ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് കോസി ഫാന്റസി റൊമാൻസ് ബുക്ക് റെക്കമെൻഡേഷൻസും ആയിട്ടാണ്. സോ കോസി ഫാന്റസി റൊമാൻസ് ബുക്സ് ബെറ്റർ ടു റീഡ് ആണ് നവംബറിൽ. കാരണം ഭയങ്കര ഒരു നല്ലൊരു സമയമാണ്, നമുക്ക് കോസി ആയിട്ടുള്ള ബുക്സ് വായിക്കാൻ പറ്റിയൊരു സമയമാണ് നവംബർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അപ്പോൾ വായിക്കാൻ പറ്റിയ കുറച്ച് കോസി ബുക്സ് ആണ് ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ കോസി ഫാന്റസി റൊമാൻസ് എന്ന് പറയുന്നത് ഒരു ഫ്യൂഷനാണ് ഫാന്റസിയുടെയും റൊമാൻസിൻ്റെയും തമ്മിൽ. അപ്പോൾ ചിലതിൽ ഫാന്റസി എലമെന്റ്സ് കൂടുതലായിരിക്കും, ചിലതിൽ റൊമാൻസ് എലമെന്റ് ആയിരിക്കും കൂടുതൽ. സോ അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ ത്രൂ ഔട്ട്. വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, പറയാൻ പോകുന്ന ഫസ്റ്റ് റെക്കമെൻഡേഷൻ ആണ് അസിസ്റ്റന്റ് ടു ദ വില്ലൻ. ഇതൊരു സീരീസ് ആണ്. സോ ഫസ്റ്റ് ബുക്കാണ് അസിസ്റ്റന്റ് ടു ദ വില്ലൻ. ഇതിലെ മെയിൻ ക്യാരക്ടർ ഈവ് ഒരു ജോബ് തേടി നടക്കുകയാണ്. അപ്പോൾ ആ ജോബ് നഷ്ടപ്പെട്ട ഒരു സങ്കടത്തിൽ ഫോറസ്റ്റിൽ ഇങ്ങനെ കയറുമ്പോഴാണ് അവള് വില്ലനെ കാണുന്നത്. സോ അവിടെ ഒരു അറ്റാക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വില്ലനെതിരെ ഒരു അറ്റാക്ക് സംഭവിക്കും. അപ്പൊ വില്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിലെ ഒരു ബാഡ് ക്യാരക്ടറാണ്. എത്തിക്സ് ഒക്കെ ഉള്ള വില്ലനാണ്. ലൈക്ക് വളരെ ക്രൂവലായിട്ടുള്ള വില്ലനല്ല, ഒരുപാട് ബാഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള പേരിലാണ് വില്ലൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആരും തന്നെ ഇതുവരെ വില്ലനെ കണ്ടിട്ടില്ല, ആർക്കും വില്ലന്റെ ശരിക്കുള്ള രൂപം അറിയില്ല. അങ്ങനെ അവൾ അവിടെ ആ ഒരു ഫോറസ്റ്റിൽ കയറുമ്പോഴാണ് അവള് വില്ലനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അവൾക്കും അറിയില്ല വില്ലനാണെന്ന്. ബട്ട് ദെൻ അവൾക്ക് മനസ്സിലാവും അത് വില്ലനാണെന്ന്. അങ്ങനെ വില്ലൻ അവൾക്ക് ഒരു ജോലി കൊടുക്കുകയാണ്, ലൈക്ക് അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ അവള് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, എന്താണ് ശരിക്കും വില്ലൻ ഒരു ബാഡ് ക്യാരക്ടറാണോ അതോ ആൾക്കാർ അങ്ങനെ വെറുതെ പറയുകയാണോ. അപ്പോൾ വില്ലൻ അവളെ കൊണ്ടുപോകുന്നത് ഒരു ഹ്യൂജ് കാസിൽ, ഒരു ഹിഡൻ ഫോറസ്റ്റിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു കാസിലാണ്. സോ ഭയങ്കര ഫെയറി ടെയിൽ സെറ്റപ്പ് ആണ്. ഒരു മിഷൻ കൂടി ഉണ്ട്, ലൈക്ക് അവരുടെ ഓഫീസിൽ ആരോ സ്പൈ ഉണ്ട്. സോ അവളാണ് അത് കണ്ടുപിടിക്കുന്നത്. സോ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് ലോട്ട് ഒരു മിഡിൽ ആകുമ്പോഴത്തേക്ക് ഇത് തിരിയും. ത്രൂ ഔട്ട് നമുക്ക് ഈവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആൻഡ് ഈവ് ആസ് എ ക്യാരക്ടർ, പിന്നെ ആ ഒരു മിസ്റ്ററി, പിന്നെ അവര് ഈവും വില്ലനും തമ്മിലുള്ള കെമിസ്ട്രി എല്ലാം തന്നെ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു, ഭയങ്കര ഫൺ ആയിരുന്നു. ഭയങ്കര ഇമ്പാക്റ്റിംഗ് അല്ല, ബട്ട് ഭയങ്കര ഫൺ എന്റർടൈൻമെന്റ് കൈൻഡ് ഓഫ് ബുക്കാണ്. സോ നിങ്ങൾക്ക് ഒരു കോസി ഫാന്റസി എനിക്ക് തോന്നുന്നു റൊമാൻസ് ആണ് കുറച്ചുകൂടെ കൂടുതൽ. ഫാന്റസി എലമെന്റ്സ് വളരെ കുറവാണ്. ഫാന്റസി എലമെന്റ്സ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇട്ട പോലെയാണ്. ലൈക്ക് റൊമാൻസ് ബുക്കിൽ ഒരു ഫാന്റസി വന്നാൽ അങ്ങനെയാണ്. ബട്ട് ഐ റിയലി എൻജോയ് ദ ക്യാരക്ടർ, പിന്നെ അവരുടെ കെമിസ്ട്രി, പിന്നെ അവർ ആ ചെയ്യുന്ന ആ മിഷൻ, അതിന്റെ ആ പ്ലോട്ട് ട്വിസ്റ്റ് എല്ലാം തന്നെ ഭയങ്കര ക്രെഡിബിൾ ആയിരുന്നു. ആൻഡ് എൻഡിങ് വിൽ ബി എ ക്ലിഫ് ഹാങ്ങർ ടു. സോ സെക്കൻഡ് ബുക്ക് ഉണ്ട്, ഇതൊരു സീരീസ് ആണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ സെക്കൻഡ് ബുക്ക്. നെക്സ്റ്റ് വൺ ഈസ് ലെജൻഡ്സ് ആൻഡ് ലട്ടേസ്. ഇത് ഞാൻ വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. ഭയങ്കര കോസി വൈബാണ്. സോ ഒരു കോഫി ലവർ ആണെങ്കിൽ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ വിവ് ഒരു ഓർക്കാണ്. അപ്പോൾ ഓർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ ബുക്കിന്റെ പിക്ചർ ഇടാം, അപ്പം അതിൽ കാണുന്നതാണ് ഓർക്ക്. സോ അങ്ങനെയൊക്കെ ഒരു മാജിക്കൽ വെൽബീയിങ് ഉള്ള ഒരു വേൾഡാണ്. സോ ഈ വിവിന്റെ ബാക്ക് സ്റ്റോറി നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. സോ വിവ് ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള പേരിൽ ഒരു ടൗണിലോട്ട് വന്നിട്ട് അവിടെ ഒരു കോഫി ഷോപ്പ് ഇടുകയാണ്. സോ ഈ കോഫി ഷോപ്പ് ഇടുന്ന പ്രോസസ് ഒക്കെ കംപ്ലീറ്റ്ലി ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്, ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. സോ അവൾ ആ ഒരു കോഫി ഷോപ്പ് തുടങ്ങുന്നുണ്ട് എന്നുള്ള നോട്ടീസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറെ നെയ്ബറിങ് ആൾക്കാരൊക്കെ, അതിലൂടെ പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കയറി വന്ന് എന്തെങ്കിലും ജോബ് ഉണ്ടോ, അപ്പോൾ ഒരു കാർപ്പൻറ്റർ വരും, എന്നിട്ട് അവൾക്ക് അത് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അതുപോലെ മ്യൂസിഷ്യൻ വരും, ഒരു ജോബ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ വരും. ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും കൂടെ ഈ ഒരു കോഫി ഷോപ്പ് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കിട്ടും. ലൈക്ക് ഫസ്റ്റ് അവരുടെ ആ കോഫി ഷോപ്പിന്റെ ബിൽഡിങ്, അത് കഴിഞ്ഞ് സ്ട്രക്ചർ, പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് എന്താണ് മെനു എങ്ങനെ ആയിരിക്കണം, മെനുവിൽ എന്തിടണം. കംപ്ലീറ്റ്ലി ഞാനത് വായിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് സ്മൈൽ ഉണ്ടായിരുന്നു. കാരണം അത്രയും ഒരു ഫീൽ ഗുഡ്. പിന്നെ ആ ക്യാരക്ടേഴ്സിലോട്ടൊക്കെ ഡൈവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി നല്ലൊരു പീസ്ഫുൾനെസ് ഒക്കെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ എനിക്ക് തന്നെ ശരിക്കും അവരാ എഴുതുമ്പോൾ ഒക്കെ പേസ്ട്രീസ് ഒക്കെ കൊടുക്കുന്നത്. സോ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സ്മെല്ലൊക്കെ അരോമൊക്കെ ശരിക്കും അടിക്കാൻ പറ്റും. കാരണം അത്രയും വിവിഡായിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത്. സോ ഐ റിയലി എൻജോയ് ദിസ് ബുക്ക്. ഭയങ്കര കോസി ആയിട്ടുള്ള ഒരു ബുക്കാണ്. നിങ്ങൾക്ക് ഫാന്റസി എലമെന്റ്സ് ഈ പറഞ്ഞ പോലെ മാജിക്കൽ വെൽബീയിങ്ങിന്റെ ആ ഒരു രീതിയിലാണ് ഫാന്റസി വരുന്നത്. ഫാന്റസി സ്റ്റഫ് കുറവാണ്, പിന്നെ റൊമാൻസും വളരെ കുറവാണ്. കൂടുതലും കോസി ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദിസ്. ഇറ്റ്സ് എ 4.5 star read and I really enjoyed it.
ദ നെക്സ്റ്റ് വൺ ഈസ് ദ വെരി സീക്രട്ട് സൊസൈറ്റി ഓഫ് ഇറഗുലർ വിച്ചസ്. ഇതും ഭയങ്കര കോസി ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഐ തിങ്ക് ഫാന്റസി എലമെന്റ്സ് ആണ് കുറച്ച് കൂടുതൽ റൊമാൻസിനെ വെച്ച് നോക്കുമ്പോൾ. ബട്ട് ഇതിൽ റൊമാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഡഡ് ആയിട്ട് തോന്നിയിട്ടോ. ഒരു സിങ്ക് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷെ കുറെ പേര് ഇതിൽ റൊമാൻസ് എൻജോയ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സോ മേ ബി പറയാൻ പറ്റില്ല, എൻ്റെ അഭിപ്രായമായിരിക്കാം. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ മിക്ക ഒരു വിച്ചാണ്. സോ അവളെ നോക്കുന്നത് ഒരു പ്രിംറോസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. സോ അവരും വിച്ചാണ്. സോ അവരൊക്കെ ഭയങ്കര വിച്ച് എന്ന് പറയുന്നത് ഒരു റെഗുലർ വേൾഡിൽ ആരും അറിയണ്ടാത്തൊരു കാര്യമായിട്ട് ഭയങ്കര സീക്രസിയിലാണ് അവരുടെ ഈ വിച്ച് ക്രാഫ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നത് ഒരു സ്ഥലത്തോട്ട്. അപ്പോൾ അവിടെ ഒരു 3 യങ് കുട്ടികളായിട്ടുള്ള വിച്ചസ് ഉണ്ട്. സോ അവരുടെ പവർ അവരുടെ കൺട്രോളിലല്ല. സോ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ വിളിക്കുന്നത്. അങ്ങനെ അവൾ ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് ഈ 3 ചെറിയ വിച്ചസിനെ ട്രെയിൻ ചെയ്യാണ്. ആൻഡ് അവിടെ പോയി കഴിയുമ്പോൾ അതൊരു ഫൗണ്ട് ഫാമിലി ഫീലിംഗ് ആയിരിക്കും. ലൈക്ക് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, അവരൊക്കെ അവളുടെ ഒരു ഫാമിലി ആയി മാറും. അവളും ആ ഒരു 3 വിച്ചസിനായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ അവൾക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. സോ ടോട്ടലി ഒരു ഫൗണ്ട് ഫാമിലി സെറ്റപ്പ് ആണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഓൾ ദി ക്യാരക്ടേഴ്സ്. ഇറ്റ് വാസ് എ 3.5 സ്റ്റാർ റീഡ്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഡെഡ് റൊമാൻറ്റിക്സ്. സോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. കാരണം ഇതിലും ഈ പറഞ്ഞ പോലെ ഇതിൽ ഫാന്റസി എലമെന്റ്സ് വളരെ കുറവാണ്, റൊമാൻസ് ആയിരുന്നു കൂടുതൽ. പക്ഷെ ഈ റൊമാൻസ് എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. സോ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്. ഇതിലെ മെയിൻ ക്യാരക്ടറിന് ഗോസ്റ്റിനെ കാണാൻ പറ്റും. അവൾ എക്സ്ട്രാ ഓർഡിനറി ആണ്. ഗോസ്റ്റിനെ സംസാരിക്കാൻ ഗോസ്റ്റിനെ കാണാം. അപ്പോൾ അവളൊരു റൈറ്ററും കൂടാണ്, ഒരു ഗോസ്റ്റ് റൈറ്ററാണ്. അപ്പോൾ അവളൊരു ഫേമസ് ഓതറിന് വേണ്ടിയിട്ട് ഗോസ്റ്റ് റൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ആ എഡിറ്ററുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ ലൈക്ക് അവൾക്ക് ഡെഡ് ലൈൻ ഉണ്ട്. ഡെഡ് ലൈൻ അവൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഫാദർ മരിച്ചിട്ട് അവളുടെ ടൗണിലോട്ട് വരുന്നത്. അങ്ങനെ ആ ടൗണിൽ റിട്ടേൺ ചെയ്യുമ്പോൾ അവൾ അവിടുന്ന് ഈ എഡിറ്ററെ കാണുകയാണ് ഗോസ്റ്റായിട്ട്. അപ്പോൾ ഈ എഡിറ്റർ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ആ എഡിറ്ററിനോട് അവൾ കുറച്ചുകൂടെ ക്ലോസ് ആവണം. ആ എഡിറ്റർ അവൾ ആ ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. സോ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ തമ്മിലുള്ള റൊമാൻസ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി ഫീൽ ചെയ്തു എല്ലാ ക്യാരക്ടേഴ്സിനോടും. തീരെ സ്പൈസ് ഇല്ല, തീരെ ക്ലീഷ അല്ല. സോ എന്തുകൊണ്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദിസ്. ഇതൊരു കോസി ഫാന്റസി റൊമാൻസ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ആകെ ഫാന്റസി എലമെന്റ് ആയിട്ട് ഈ ഒരു ഗോസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങളോ, ബാക്കി ഫുൾ റൊമാൻസ് ആണ്. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ദിസ്. സോ ഇഫ് യു ലവ് സച്ച് എ റൊമാൻസ് ബുക്ക് then definitely you should try this one. The next one is Bride by Ali Hazelwood. Ali Hazelwoodന്റെ വേറെയും അതർ ബുക്സ് ഞാൻ വായിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതെനിക്ക് അത്ര എൻജോയബിൾ ആയിരുന്നില്ല. ബട്ട് 3 സ്റ്റാർ റീഡാണ്. ലൈക്ക് അത്രയും എൻജോയ് ചെയ്തിട്ടില്ല, ബട്ട് അത്രയും മോശമല്ല. ഇതിൽ മെയിൻ ഇത് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം വാമ്പയേഴ്സ്, വെയർവോൾഫ്, പിന്നെ മാരേജ് ഇൻ കൺവീനിയൻസ്, സോ അതൊക്കെ ഉള്ളൊരു ബുക്ക് ആയതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് ഹിറ്റ് ആവാഞ്ഞത്. സോ ഈ ഒരു വേൾഡിൽ വാമ്പയറും വെയർവോൾഫും ഒക്കെ ഉള്ള ഒരു വേൾഡാണ്. സോ മിസറി ഒരു വാമ്പയർ ആണ്. അപ്പോൾ അവളുടെ ഫാദറിന് ഭയങ്കര ഒരു പേടി, കാരണം വാമ്പയേഴ്സ് ഒക്കെ എക്സ്റ്റിങ്ക്ട് ആയിട്ട് പോവാണ്. സോ അതുകൊണ്ട് തന്നെ വെയർവോൾഫ് ഭയങ്കര സ്ട്രോങ്ങർ ആയി വരുവാണ്. അപ്പോൾ വെയർവോൾഫിനായിട്ട് ഒരു മാരേജ് അലയൻസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവൾ ആ കല്യാണം കഴിച്ച് പോകുന്നതിന് വേറെ റീസൺസ് ഉണ്ട് കേട്ടോ. സോ അത് നിങ്ങൾ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇഷ്ടമില്ലാതെ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണ്. ബട്ട് ദെൻ ദേ ഫോൾ ഇൻ ലവ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദിസ്. ഐ റിയലി എൻജോയ് മാരേജ് ഇൻ കൺവീനിയൻസ് ബുക്ക്. അപ്പോൾ ആ ഒരു എലമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബട്ട് എന്തോന്നറിയില്ല, ആ ക്യാരക്ടേഴ്സിനോട് എനിക്ക് അത്രയും കണക്ഷൻ ഫീൽ ചെയ്തില്ല. ലൈക്ക് മെയിൻ ക്യാരക്ടർ മിസറിനോടും എനിക്ക് അത്രയും ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം. ബട്ട് എനി ഹൗ ഇതൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് തന്നെയാണ്. വർത്ത് യുവർ ടൈം തന്നെയാണ്. ഐ എം പ്രെറ്റി സർപ്രൈസ്ഡ്. കാരണം അലി ഹേസൽവുഡ് ഒരു റൊമാൻസ് ഓതർ ചെയ്ത് പുൾ ഓഫ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ. ആൻഡ് റൊമാൻസ് എലമെന്റ്സും ഉണ്ട്, കുറെ ഫാന്റസി എലമെന്റ്സും കുറവില്ല. ആൻഡ് ത്രൂ ഔട്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കോസി ബുക്ക് തന്നെ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ പ്രമിസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. ദ നെക്സ്റ്റ് വൺ ഇസ് മൈ ഫേവറേറ്റ്, വിച്ച് ഇസ് ട്രെസ് ഓഫ് ദ എമറാൾഡ്. ഇതൊരു 5 സ്റ്റാർ ബുക്കാണ്. ഞാൻ കുറച്ച് കാലമായി 5 സ്റ്റാർ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ട്. ഐ റിയലി എൻജോയ് ദിസ്. ഇതിൽ ഫാന്റസി എലമെന്റ്സ് ആണ് ഒരുപാട്, റൊമാൻസ് എലമെന്റ്സ് കുറവാണ്. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ബ്രാൻഡൻ സാൻഡേഴ്സൺസ് റൈറ്റിംഗ്. ഭയങ്കര കോസി ഫീലാണ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ട്രെസ്സും
അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്രഷ് ഉണ്ട് ചാർലി. സോ അവൾ ആ ഒരു ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് ആ തുറന്ന് പറയാൻ വിചാരിച്ച ആ ഒരു സമയത്ത് ചാർലിയുടെ ഫാദർ ഡ്യൂക്കാണ്. അപ്പോൾ ചാർലി ഒരു വോയേജ്, എന്താ പറയുക, ഒരു ജേർണി പോവാണ്. അവന്റെ ഫാദർ അവനെ ഫോഴ്സ് ചെയ്തൊരു ജേർണിയിൽ കൊണ്ടുപോവാണ്. ചാർലി തിരിച്ചു വരുന്നില്ല. അപ്പൊ ചാർലിനെ പറ്റിയിട്ടൊരു ഇതുമില്ല. ചാർലിന്റെ ഫാദർ തിരിച്ചു വരും, പക്ഷെ ചാർലി തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഈ ചാർലിനെ തേടി പോകുന്ന ഒരു ജേർണിയാണ് ത്രൂ ഔട്ട് ഈ ബുക്കില്. അവൾക്ക് ഒരു ഐഡിയ ഇല്ല അവളെങ്ങനെ പോവാന്നുള്ളത്. ബട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളൊരു പൈറേറ്റ് ഷിപ്പിൽ പെടും. എന്നിട്ട് അവിടെയുള്ള ക്യാരക്ടേഴ്സൊക്കെ അവളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. അവളുടെ മിഷൻ അവർക്കും അവളൊരു ഹെൽപ്പായി മാറും. ആൻഡ് ത്രൂ ഔട്ട് ബുക്ക് കുറച്ച് വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ലൈക്ക് ഇവർക്ക് ഒരുപാട് സീ ഉണ്ട്. അപ്പൊ സീല് വെള്ളത്തിന് പകരം സ്പോർട്സ് ആണ്. അപ്പൊ ഈ സ്പോർട്സിൽ വെള്ളം തട്ടാൻ പാടില്ല. സ്പോർട്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. സോ സ്പോർട്സിലാണ് ഇവർ ഈ ഒരു യാത്ര ചെയ്യുന്നത്. സോ അങ്ങനെ ഒരുപാട് മാജിക്കൽ ആയിട്ടുള്ള, എന്താ പറയുക, വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. അപ്പോൾ ഇനി എന്താണെന്നറിയില്ല, ട്രസ് ആസ് എ ക്യാരക്ടർ, പിന്നെ എൻഡിങ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ആയിപ്പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഒരു ബ്രാൻഡൻ സാൻഡേഴ്സൺ ബുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. കാരണം ഇതൊരു ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബുക്ക് കൂടാണ്. ആൻഡ് റൈറ്റിംഗ് ഈസ് സോ ഗുഡ്. എങ്ങനെ പറഞ്ഞാലും ഇതാക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ആണ്. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾ ട്രൈ നോക്കുക. ദ നെക്സ്റ്റ് വൺ ഈസ് ഹൗസ് ഇൻ ദ സെറുലിയൻ സീ. ഇതും ഭയങ്കരമായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്തൊരു ബുക്കാണ്. ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ ലൈനസ് ബേക്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ കോസി ഫീലിംഗ് തരുന്നത്. കാരണം മെയിൻ ക്യാരക്ടർ ഭയങ്കര ജെന്റിലാണ്, ഭയങ്കര ലോൺലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലൈക്ക് എന്താണെന്നറിയില്ല, ഈ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് അപ്പ് മൂവിയിലുള്ള ക്യാരക്ടർ, അതുപോലെ അപ്പ് മൂവിയിലുണ്ടല്ലോ ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു വീട്, അതുപോലെയൊക്കെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയത്. അതുപോലെ മാൻ കോൾഡ് ഉവയിലുള്ള മെയിൻ ക്യാരക്ടർ ഭയങ്കര ജെന്റിൽനെസ് ആണ്. ലൈനസ് ബേക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടർ കൃത്യമായിട്ട് തരുന്ന ജോബ് കൃത്യമായിട്ട് ചെയ്യുക, ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കറാണ്. സോ ഈ ലൈനസ് ബേക്കർ വർക്ക് ചെയ്യുന്ന ഒരു അതോറിറ്റിയിലാണ്, ലൈക്ക് ഒരു കെയർ ടേക്കർ ആണ്. എല്ലാ ഓർഫനേജും വിസിറ്റ് ചെയ്തിട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് ട്രീറ്റഡ് ആണോ, അതുപോലെ അതിന്റെ മെയിൻ മാസ്റ്റർ നല്ല ആളാണോ, ലൈക്ക് ദേ ആർ ടേക്കൺ കെയർ ഇനഫ് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കെയർ ടേക്കർ ആണ് ലൈനസ് ബേക്കർ. ലൈനസ് ബേക്കറിന് ഒരു ഹൈ പ്രോക്സിമിറ്റിയിലുള്ള ഒരു വർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഏതോ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡിലുള്ള ഒരു ഓർഫനേജ്, ആരും പോവാൻ പേടിക്കുന്നുണ്ട്. കാരണം ആ ഓർഫനേജിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ളവരാണ്. അതിലൊരു കുട്ടി ഡെവിളിന്റെ മകനാണ്. സോ അതെല്ലാം കൂടെ എഴുതി വായിക്കുമ്പോൾ ആരും ആ ഒരു ഭാഗത്തോട്ട് ആരും പോവാറില്ല. അപ്പൊ അവൻ അവിടെ പോയിട്ട് ആ ഒരു ഓർഫനേജ് പൂട്ടിക്കണോ അതോ അത് തുറന്നിക്കണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ അവന് അവിടെയുള്ള കുട്ടികളായിട്ടും അതിന്റെ മാസ്റ്ററിനായിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് അവന് എൻഗേജ്ഡ് ആവും. പിന്നെ നമുക്കും ഭയങ്കരമായിട്ട് അവരോട് ഭയങ്കര ഫീലിങ്സ് ഉണ്ടാവും. ആ കുട്ടികളോടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നിപ്പോകും. കാരണം എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തിയതാണ് ഈ ഒരു കാരണം. ത്രൂ ഔട്ട് ദ ബുക്ക് ഭയങ്കര കോസി ഫീലിംഗ് ആണ്. സോ നിങ്ങൾക്ക് കോസി ബുക്സ് ലൈക്ക് ഫാന്റസി എലമെന്റ്സ് കുറവും ഒരുപാട് കോസിനെസ്സും വേണമെന്നുണ്ടെങ്കിൽ ഇത് വായിക്കാം. സൈഡ് ലൈഫ് റൊമാൻസ് കൂടെ വരുന്നത് വിച്ച് ഇസ് സോ ഗുഡ്. ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയി. സോ ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. സോ ഇഫ് യു ലവ് എ കോസി ഫാന്റസി ബുക്ക് then definitely try. Last but the least is എമിലി വൈൽസ് എൻസൈക്ലോപീഡിയ ഓഫ് ഫെയറീസ്. അങ്ങനെ എന്തോ ആണ് ടൈറ്റിൽ വരുന്നത്. ഞാൻ ഇത് തുടങ്ങിയിട്ടുള്ളൂ ബട്ട് ഞാൻ ഇതൊരു കറന്റ്ലി റീഡിങ് ബുക്കാണ്, അതുകൊണ്ട് പറയുകയാണ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കംപ്ലീറ്റ്ലി വായിച്ചിട്ടില്ല. സോ ഇതില് മെയിൻ ക്യാരക്ടർ എമിലിയാണ്. അവൾ ഭയങ്കര ഒരു സയന്റിസ്റ്റ് കൈൻഡ് ഓഫ് ആളാണ്. സോ അവൾക്ക് ഫെയറീസിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള നോളജ് ഉണ്ട്. സോ അവളൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു മിഷന് വേണ്ടി പോവുകയാണ്. സോ അത്രയും ആയിട്ടുള്ളൂ, ഞാൻ വായിച്ചിട്ടില്ല. ബട്ട് അതും ഭയങ്കര കോസി ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. സോ ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതൊക്കെയാണ് എൻ്റെ റെക്കമെൻഡേഷൻസ്. നിങ്ങൾക്ക് കോസി ഫാന്റസി റൊമാൻസ് ജോൺറ നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബിഗിനറിനൊക്കെ ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലിസ്റ്റാണ് ഞാൻ ക്യൂറേറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ ഞാൻ ബുക്കിഷ് കോണ്ടന്റ്സ് ആണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ ബുക്കിഷ് കോണ്ടന്റ് then like, comment, share and subscribe. And I will see you with another video. Till then, bye bye and take care.